ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബിൽ, ആദായ നികുതി നിയമം 2025 ഉൾപ്പെടെ 5 സുപ്രധാന ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാചീന വിജ്ഞാനത്തിൽ നിന്ന് അനന്ത സാധ്യതയിലേക്ക് എന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ബൾഗേറിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കാജൽ ദോശക്കിന് സ്വർണം. വാർത്തകൾ വിശദമായി. ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പണം ഈടാക്കിയുള്ള ഓൺലൈൻ ഗെയിമിംഗ് സേവനങ്ങൾ, പരസ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ വിലക്കുന്നതാണ് ബിൽ. ആദായ നികുതി നിയമം 2025, നികുതി നിയമങ്ങൾ ഭേദഗതി 2025, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി നിയമം 2025, ഖനി ധാതു വികസന നിയന്ത്രണ ഭേദഗതി നിയമം 2025, ഇന്ത്യൻ തുറമുഖ ബിൽ 2025 എന്നിവയ്ക്കും രാഷ്ട്രപതി അംഗീകാരം നൽകി. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ 5200 കോടി രൂപയിലധികം ചെലവ് വരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലും ഭാവിയിലും കൊൽക്കത്തയ്ക്ക് പ്രധാന സ്ഥാനമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് ഈ മാസം 29 തുടക്കമാകും. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ, നവീകരണം എന്നിവയുൾപ്പെടെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം ചർച്ചയാകും. പര്യടനത്തിന്റെ 2ാം പാദത്തിൽ പ്രധാനമന്ത്രി ഈ മാസം 31 മുതൽ അടുത്ത മാസം 1 വരെ ചൈന സന്ദർശിക്കും. ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീ മോദി നിരവധി ആഗോള നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സെമിക്കോൺ ഇന്ത്യയുടെ 4ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മൈക്രോ ഇലക്ട്രോണിക്സിലും സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിലും രാജ്യത്തിന്റെ വളർച്ചയും സാധ്യതകളും പ്രദർശിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇത്തവണ ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പവലിയനുകൾ പ്രദർശനത്തിലുണ്ടായിരിക്കുമെന്ന് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ അറിയിച്ചു. Further, I think this also builds on the success story of India's semiconductor mission. As you're well aware, 10 projects have been cleared and are at various stages of implementation. Before the end of this year, we should be seeing the first commercially India-made chips which will come out of some of the facilities that are being built currently. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലേക്ക് ലഭിച്ച 68 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. 46 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. 19 സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച 28 നാമനിർദ്ദേശ പത്രികകൾ തള്ളി. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായും മുൻ സുപ്രീംകോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡി INDI സഖ്യ സ്ഥാനാർത്ഥിയായും മത്സരിക്കും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23-ന് ISROയുടെ ചന്ദ്രയാൻ 3 ദൌത്യത്തിലൂടെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യവും ചന്ദ്രോപരിതലം സ്പർശിക്കുന്ന 4ാമത്തെ രാജ്യവുമായി ഇന്ത്യ മാറി. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പ്രാചീന വിജ്ഞാനത്തിൽ നിന്ന് അനന്ത സാധ്യതയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഖാരിഫ് സീസണിലേക്ക് ആവശ്യമായ വളം ലഭ്യത ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാസവസ്തു രാസവള മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 143 ലക്ഷം മെട്രിക് ടൺ യൂറിയയുടെ ആവശ്യകതയാണ് ഉള്ളത്. എന്നാൽ 183 ലക്ഷം മെട്രിക് ടൺ യൂറിയ ലഭ്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ ആഭ്യന്തര വള നിർമ്മാണത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ഫിക്കിയും കൊച്ചി വിമാനത്താവളവും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, നവീകരണം പരിപോഷിപ്പിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യം. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ നൽകുന്നതിനായി 1679 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ 1 ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്.
കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ചികിത്സയിലുള്ള 2 പേർക്ക് കൂടി രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗം ബാധിച്ച് മരിച്ച താമരശ്ശേരി സ്വദേശി 9 വയസ്സുകാരിയുടെ സഹോദരനും ചേലേമ്പ്ര സ്വദേശിയായ 59കാരനുമാണ് അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ രാത്രികാല മെമു സർവീസ് ഇന്ന് ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. എറണാകുളം ഷൊർണൂർ മെമുവാണ് നിലമ്പൂരിലേക്ക് സർവീസ് നീട്ടുന്നത്. ഷൊർണൂരിൽ നിന്ന് രാത്രി 8:35 നിലമ്പൂരിലേക്ക് ആദ്യ സർവീസ്. ട്രെയിൻ നിലമ്പൂരിൽ 10:05 എത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൽ പ്രകൃതിദത്ത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ ദൌത്യത്തിന് തുടക്കം കുറിക്കും. 2481 കോടി രൂപയാണ് പദ്ധതിയുടെ വിഹിതം. ഇതിൽ കേന്ദ്രത്തിന്റെ 1584 കോടി രൂപയും സംസ്ഥാന വിഹിതമായ 897 കോടി രൂപയും ഉൾപ്പെടുന്നു. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കുക തുടങ്ങിയവയാണ് ദൌത്യം ലക്ഷ്യമിടുന്നത്. GST കൌൺസിലിന്റെ 56ാമത് യോഗം അടുത്ത മാസം 3-4 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നടന്ന GST കൌൺസിൽ യോഗത്തിൽ ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട നിരവധി തീരുമാനങ്ങൾ എടുത്തിരുന്നു. നവീകരണവും സാങ്കേതിക വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ശക്തമായ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും വിമാന എഞ്ചിൻ നിർമ്മിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്നതായും ന്യൂഡൽഹിയിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. 66,000 കോടി രൂപ ചെലവിൽ 97 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി HLLുമായി പുതിയ കരാറിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. आज हम 5th जनरेशन एयरक्राफ्ट बनाने की दिशा में भी आगे कदम बढ़ा चुके हैं. हम लोग फ्रेंच कंपनी शेफ्रॉन के साथ इंजन मेकिंग का काम भारत में शुरू करने जा रहे हैं. हम प्राइवेट सेक्टर को एक सुटेबल ग्रोथ एनवायरनमेंट प्रदान कर रहे हैं. इसके अनुसार हमने स्ट्रेटेजिक पार्टनरशिप मॉडल के माध्यम से फाइटर प्लेन्स, हेलीकॉप्टर, टैंक और सबमरीन सहित मेगा डिफेंस प्रोग्राम के निर्माण के अवसर खोले हैं, जो आने वाले वर्षों में हमारी प्राइवेट कंपनीज को ग्लोबल जायंट्स बनाने में भी वो मदद करेंगे. മുതിർന്ന CPI നേതാവും മുൻ MPയുമായ S. സുധാകർ റെഡ്ഡി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. 1998ലും 2004ലും നൽഗൊണ്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2012 മുതൽ 2019 വരെ CPIയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു. രാജസ്ഥാനിൽ പല ജില്ലകളിലും കനത്ത മഴയെ തുടർന്ന് ജനജീവിതം ദുരിതത്തിലായി. ടോങ്ക്, സവായ് മോധാപൂർ, ബാരൻ, കോട്ട ജില്ലകളിൽ സ്ഥിതിഗതികൾ മോശമായി തുടരുകയാണ്. കടകളും വീടുകളും വെള്ളത്തിനടിയിലായി. നിരവധി വീടുകൾ തകർന്നു. ബൾഗേറിയയിലെ സമോക്കോവിൽ നടക്കുന്ന അണ്ടർ-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കാജൽ ദോചക്കിന് സ്വർണം. വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ സാരികയും 50 കിലോഗ്രാം വിഭാഗത്തിൽ ശ്രുതിയും വെങ്കല മെഡൽ നേടി. ഇന്ത്യ ഇതുവരെ 2 സ്വർണം, 4 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 9 മെഡലുകൾ നേടിയിട്ടുണ്ട്. 134ാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ഇന്ന്. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഡയമണ്ട് ഹാർബർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 5:30 മത്സരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായി സെർജിയോ ഗോറിനെ ഇന്ത്യയിലെ US അംബാസഡറായി പ്രഖ്യാപിച്ചു. 2023 മെയ് 11 മുതൽ 2025 ജനുവരി 20 വരെ അംബാസഡറായി സേവനമനുഷ്ഠിച്ച എറിക് ഗാർസെറ്റിയുടെ പിൻഗാമിയായാണ് ഗോർ ചുമതലയേൽക്കുന്നത്. രാജ്യത്തെ ഹോം സ്റ്റേ വ്യവസായം 4772 കോടിയിലധികം വിൽപ്പന കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബേരിയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. തൊഴിലധിഷ്ഠിത വളർച്ചാ സാധ്യത കണക്കിലെടുത്ത് ടൂറിസം മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചതായും പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകളിൽ ഉൾപ്പെടുത്തി ഹോം സ്റ്റേകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബിൽ, ആദായ നികുതി നിയമം 2025 ഉൾപ്പെടെ 5 സുപ്രധാന ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാചീന വിജ്ഞാനത്തിൽ നിന്ന് അനന്ത സാധ്യതയിലേക്ക് എന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ബൾഗേറിയയിൽ നടക്കുന്ന അണ്ടർ-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കാജൽ ദോചക്കിന് സ്വർണം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.